ആ മോള് നീച്ചു വന്നാ ഇന്നലെ എത്ര നേരത്തെ നീച്ചകള്? ഒന്നല്ലമ്മ, ഞാൻ അവിടെ ഈ നേരത്തെ നീക്കലുണ്ട്. ഇത്ര നേരത്തെ നീക്കൊന്നും വേണ്ടടി. ഇവിടെ ആരും നേരത്തെ നീച്ച് ചായയും കടിയും കുടിക്കൂല. ഇപ്പാക്കാണെങ്കിൽ ഒരു കട്ടൻ ചായ മതി. അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നതാ. അത് ഉണ്ടാക്കി കൊണ്ടുകൊടുത്താ ഞാൻ പിന്നെയും പോയി കിടന്നോറും. ഇഞ്ചി പോയിട്ടേ കുറച്ചേരം കൂടി കിടന്നാണ്. ഞാൻ മുറ്റൊക്കെ അടിച്ചു തരാ. ഇപ്പൊ എന്തായാലും നീച്ചയല്ലേ, ഇനി എടുക്കണ്ടല്ലോ. ഇപ്പൊ തന്നെ പുറത്തേക്ക് ഇറങ്ങൊന്നും വേണ്ട, നല്ല മഞ്ഞാണ്. ഇനി ജലദോഷം എന്തേലും വരും. ഇഞ്ചി കുറച്ചേരം കൂടി അവന്റെ തടപ്പിൽ കിടന്നു, എന്നിട്ടൊക്കെ വന്നിട്ട് അടിച്ചു വരാൻ മതി. എന്താ പോയ പോലെ ഇങ്ങോട്ട് തന്നെ വന്ന്? ഇമ്മ എന്നോട് അറിഞ്ഞു ഇപ്പൊ തന്നെ ആരും ചായയും കടിയൊന്നും കുടിക്കൂല, ഇജ്ജ് പോയി കിടന്നോന്ന്. ഞാൻ പറഞ്ഞുമ്മാട് ഞാൻ മുറ്റടിച്ച് വരാറിഞ്ഞപ്പോ അതിന് സമ്മതിച്ചില്ല. എന്നോടറിഞ്ഞു ഇജ്ജ് വണ്ടി എടുത്ത് പോയി കിടന്നോ പറഞ്ഞു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. മോളെ 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 അത് വരുന്നമ്മ. ഞാനേ ചായ ഉണ്ട് എടുത്ത് വെച്ചിട്ട് ആ വന്ന് കുടിച്ചാ. ഇപ്പൊ തന്നെ വേണ്ടമ്മ, ഞാനേ പിന്നെ കുടിച്ചോണ്ട് ഇപ്പൊ വിശക്കണില്ല. അതൊന്നും പറഞ്ഞാ പറ്റൂല. നേരത്തെ ചായയും കടിയൊക്കെ കുടിക്കണം, എന്നാലേ നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവുള്ളൂ. അമ്മാക്കിപ്പൊ മര്യാദ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പുറത്തായില്ലേ? ഇവളെ എന്റെ മരുവാളല്ല, മകളാണ്. അനക്കിപ്പ എന്താ ഞാൻ മോളെ സ്നേഹിക്കണേല്? അനക്ക് സ്നേഹം കിട്ടണില്ല ചിട്ടോ. പോയിക്ക ചെക്ക ചാവും. മോളൊന്ന് ചായ കുടിക്കട്ട, അഞ്ഞ് നേരം വെക്കണ്ട. ഞാൻ വരാം. ഉമ്മാക്ക് എന്നെ ഭയങ്കര ഇഷ്ടാടി. ഉമ്മാക്ക് എന്നെ ഭയങ്കര ഇഷ്ടാണ്, അറിയാം. ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ പോണോ? കല്യാണം കഴിഞ്ഞിട്ട് അധികമൊന്നും ആയിട്ടില്ലല്ലോ. കുറച്ചും കൂടി ലീവ് ചോദിച്ചൂടെ നിങ്ങക്ക്? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലോ, ലീവ് കിട്ടാഞ്ഞിട്ടല്ലേ. അനക്ക് കുറച്ചും കൂടി നിന്നൂടടാ. ഇതിന് ഇപ്പൊ തന്നെ പോണത്? ഞാൻ കൊറേ ലീവ് ചോദിച്ചതൊക്കെ കിട്ടിയിട്ടില്ല. ഏതായാലും 2 ദിവസം കഴിഞ്ഞ പോകുന്നല്ല പറഞ്ഞത്. ഇവളായിട്ട് ഒന്ന് പുറത്തേക്കൊന്നും പോയിട്ടില്ലല്ലോ. ഒന്ന് പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയാക്കാം. എവിടേക്കെങ്കിലും ടൂർ എന്തെങ്കിലും പോയിക്കൂടെ നിങ്ങക്ക്? പോവാൻ ആഗ്രഹമില്ലായിട്ടൊന്നല്ല, ഇനിയിപ്പൊ അധികം സമയമൊന്നുമില്ലല്ലോ. അതിനിപ്പൊ എത്ര ദിവസം ആണെന്നൊന്നുമില്ലല്ലോ. പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ പോയിക്കോളി നിങ്ങള്. എന്നാ മറ്റന്നാ പോവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. നാളെ ഇനി തിരിച്ചു വന്നാലും വേണ്ടിയില്ല. ഒന്ന് പോയിക്കോളെ പേരയിലൊക്കെ ഒന്ന് പോയിങ്ങാട് പോയി. നോക്കട്ടെ. അല്ല ഇജ്ജെന്താ ഇവിടെ ഇങ്ങനെ വന്നിരിക്കണേ? ഒന്നല്ലമ്മ, ഞാൻ വെറുതെ വന്നിരുന്ന. അപ്പം പോയ അന്ന് മുതൽ ഇജ്ജ് ഇരിക്കല് തുടങ്ങിയതാ. 2 ദിവസമായിട്ട് ഇവിടെ അടിക്കലും തുടക്കലും ഒന്നും ഉണ്ടായിട്ടില്ല. പോയിട്ട് ആ പണിയൊക്കെ എടുക്കാൻ നോക്ക്. ഈ ഒരു മൊബൈല് നോക്കിയിട്ട് ഈ ഇരുത്തല്ലാതെ വേറെ ഒന്നും എനിക്ക് നിശ്ചയില്ല. അവൻ പോയ സങ്കടത്തില. അവനക്ക് പിന്നെ പണിക്കൊന്നും പോണ്ടേ? അന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നാ മതി. ഏത് നേരവും ഒരു പണികൾ നോക്കാൻ നോക്ക്. ആരെടുക്കുച്ചിട്ടാ ഓള് ഇങ്ങനെ ഇരിക്കണത്? സ്വഭാവമൊക്കെ മാറിയിക്കണല്ലോ. ഇവിടെ നിന്നിട്ട് എങ്ങനെ ചുറ്റി തീയാതെ പോയിട്ട് ആ തിരുമ്പാളൊക്കെ ഞാൻ തിരുമ്പിട്ടോട്. എന്തെങ്ങനെ സ്വഭാവമൊക്കെ ആകെ മാറിയിക്കണ? എന്താ വിചാരിച്ച ഞാൻ ആട്ടട്ടിൽ വിട്ടിട്ട് ഇങ്ങനെ ആട്ടുന്നോ? ഓനൊന്ന് പോയി കിട്ടാൻ വേണ്ടിട്ട് കാത്തിക്കുന്നു. മനസ്സിൽ എന്നിട്ടിട്ടൊന്ന് പഠിപ്പിക്കാൻ വേണ്ടിട്ട് അതിലേക്ക് പോയിട്ട് ആ പണികളൊക്കെ ചെയ്യും. കാക്കൊന്ന് വിളിച്ചു നോക്കിയാലോ?
അല്ല ഇക്ക. ആ ഹലോ, എന്താ പാട്? സുഖാണ് ഇക്ക. ഇക്കാക്ക് സുഖല്ലേ? സുഖാണ്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? അതിക്ക ഇമ്മ ആകെ മാറിയിക്കണ്. പഴയ സ്വഭാവം ഒന്നല്ല ഇപ്പൊ. സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം വന്നിക്കണ്. അതെനിക്ക് തോന്നുന്നതാണ്. അല്ല ഇക്ക, ഇമ്മാന്റെ വർത്താനം ഇതൊക്കെ ശരിയല്ല. എന്താന്നറിയില്ല, എന്നോടൊരു ഭയങ്കര ദേഷ്യമുള്ള പോലെ തോന്നുക. നിന്റെ ഉമ്മ അങ്ങനെയൊന്നുമല്ല. എനിക്ക് എന്റെ ഉമ്മാനെ അറിയണതല്ലേ. നമുക്ക് ചെറിയ കാരണം മതി. പറയണൊന്ന് കേക്കിങ്ങളെ. നീ എന്റെ ഉമ്മാനെ പറ്റിയിട്ട് ഈ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ. ആ പാത്തിന് എങ്ങനെ പറയാനേ അനക്ക് എങ്ങനെ തോന്നണ്? ഈ വെച്ചിട്ട് പൊയ്ക്ക. വെക്കല്ലേ നിങ്ങള്? ഹലോ ഹലോ ഹലോ, ഇത് പറഞ്ഞിട്ടൊന്ന് വിശ്വസിപ്പിക്ക. പറഞ്ഞു എന്താടി അന്റെ പറച്ചിലൊക്കെ കഴിഞ്ഞോ? എന്നിട്ട് അന്റെ പറച്ചിലൊന്നും ഏൽക്കില്ലല്ലേ ഓന്റെ അടുത്ത്? എങ്ങനെ ഏൽക്കാം? അജാതി പ്രകടനല്ലേ ഞാൻ ഓൻ ഇവിടെ ഉണ്ടാവുമ്പോ കാഴ്ച വെച്ചിരുന്നത്. അതുകൊണ്ടേ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഓന്റെ അടുത്ത് ഏൽക്കൂല. അത് ഉമ്മാനെ പറ്റിട്ടേ ഇതില്ലാത്ത പറയാണെന്ന് തന്നെ ഓൻ വിചാരിക്കോളൂ. ഓളി എന്നെ പറ്റി പറയാൻ പോയിക്കും. ഒന്നില്ലെങ്കിലേ അന്നേക്കായേ ഒരു 10-20 പെരുന്നാള് ഞാനേ കൂടിയിട്ടുണ്ടാവും. ഇന്നേറ്റം അവള് കളിക്കണത്. ഓളെ വിചാരം ഞാൻ ഓളങ്ങനെ സ്നേഹിച്ച് കൊല്ലുന്ന. ഇനി വേറെ ആളെ നോക്കണം കേട്ടാ. സ്നേഹം തരുമോ മറുജന്മമെടുത്തോളെ കളി. ശരിയാവില്ല. നല്ലപോലെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇതെന്താ അടുക്കള കയറിയിട്ടൊന്നും വെച്ചുണ്ടാക്കിയിട്ടൊന്നും ഇല്ലേ? ഇനി ഏത് നേരത്തെ ചോറും കറിയൊക്കെ ഉണ്ടാക്കല്? ഇക്ക വിശക്കണില്ല. നിങ്ങൾക്ക് വിശക്കുണ്ടെങ്കിലേ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചോളേ. ഇക്ക അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലേ ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്തത് തിന്നോണ്ട്. എന്നെ കൊണ്ടൊന്നും പറ്റൂല വെച്ച് വിളമ്പി തരാനൊന്നും. ഇതെന്താ ഇവിടെ ഇങ്ങനെ വന്നിരിക്കണത്? പോയിട്ട് ആ മിറ്റൊക്കെ ഒന്നിട്ട് അടിച്ചു പോയിട്ട് പിന്നെ ആ പാത്രങ്ങളൊന്നും മോറിച്ച പോയിട്ട്. ഞാൻ ഇവിടെ ഫോണിൽ നോക്കണ നിങ്ങക്ക് കാണാനില്ലേ? കുറച്ചേട്ടെ എന്നിട്ടൊക്കെ ചെയ്യാം. അതൊന്നും പറഞ്ഞാ പറ്റൂല. ഇവിടെ എന്താ എന്റെ ഇഷ്ടത്തിന് ഇവിടെ പണികൾ എടുക്കല്? പറ്റൂലെങ്കിലേ ഉമ്മന്നെ ചെയ്തോളി. ഉമ്മക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇത്രയും ദിവസം ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്തത്. ഇനി ഉമ്മ ചെയ്ത് വിചാരിച്ചിട്ടേ ഒന്നും വരാൻ പോണില്ല. എന്തെങ്ങനെ പെട്ടെന്ന് സ്വഭാവം മാറിയിരുന്നു. ഇന്നത്തെ കളി തള്ളട. ആദ്യം ഒതുങ്ങിയെന്ന് വിചാരിച്ചിട്ടേ എപ്പോഴും ഇങ്ങനെ താന്നു കൊടുത്താൽ ശരിയാവില്ലല്ലോ. മരക്കളെന്താ വേലക്കാരത്തിയോളോ? പറയണ പണി ഇങ്ങനെ തീർക്കാൻ. ഞാന് 2 ആഴ്ചക്കിന്റെ പെരേക്ക് പോവാണ്. ഞാൻ ഇക്കാനോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ പറഞ്ഞേക്കാന്? ഇക്കെന്ത് കുഴപ്പാ? ഇജ്ജ് എന്റെ കൊടുക്കണേനി ഇജ്ജ് പോയിക്കോ. ഇവളോട് ഇനി എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ചിലപ്പോ എന്നെ തച്ചൂടായി ഉണ്ടാവില്ല. ഇവളെ മുന്നിൽ ഒന്നും മെയിനാവാൻ
ഇനിയിപ്പോ പണികളൊക്കെ ഞാൻ തന്നെ എടുക്കണം. വാഷിംഗ് മെഷീനിലാണെങ്കിൽ തിരുമ്പാനും പറ്റാത്ത അവസ്ഥ.